ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഫെഡ് റിസർവ് ചെയർ ജെറോം പവൽ അദ്ദേഹം US എക്കണോമിയെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ US മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു വളറ്റിലിറ്റിയുടെ ഒരു പ്രത്യാഘാതം ഇന്ന് ഏർലി ട്രേഡിംഗ് ടൈമിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടായി. അപ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ ഡൗ ജോൺസ് ഏകദേശം 90 പോയിന്റ് ലോവർ ആയിരുന്നു. ഇന്ത്യയുടെ ഹൈയിൽ നിന്ന് ഏകദേശം 400 പോയിന്റിന്റെ ഒരു ഫോള് ഡൗ ജോൺസിൽ ഉണ്ടായിരുന്നു. കൂടാതെ S&P 500 നാസ്ഡാക്കും ഒക്കെ ഇന്നലെ അണ്ടർ പെർഫോമിലാണ് ഉണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് ഓൾ ടൈം ആയി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരുന്ന US മാർക്കറ്റിലാണ് അത്തരത്തിലുള്ള ഒരു ഫോൾ ഉണ്ടായത്. ഇത് കൂടാതെ എൻവിഡിയ, ഒറാക്കിൾ പോലെയുള്ള നല്ല റണ്ണപ്പ് കിടന്ന സ്റ്റോക്കുകളിലൊക്കെ നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പൊ ജെറോം പവൽ ഒരു മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റിലായാലും മറ്റ് അസറ്റ് ക്ലാസ്സിലായാലും ഫെയർലി ഓവർ വാല്യൂഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ USന്റെ കറണ്ട് എക്കണോമിക് സിറ്റുവേഷൻ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നും അവിടെ എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലായാലും ഇൻഫ്ലേഷന്റെ കാര്യത്തിലായാലും ഹൈ റിസ്കിലാണ് ഉള്ളതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ ഈ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ലേബർ മാർക്കറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ റേറ്റ് കട്ട് നടത്തിയതെന്നും അല്ലാതെ അത് പൊളിറ്റിക്കൽ പ്രഷറിന്റെ ഭാഗമായിട്ടല്ലെന്നും അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു ഇൻഫ്ലുവൻസും ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് കൊണ്ടല്ല റേറ്റ് കട്ട് നടത്തിയതെന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിലെ ഒരു വീക്ക്നെസ് ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 25,108 പിന്നീട് 25,149 എത്തിയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ 25,150 എന്ന ലെവല് ക്രോസ് ചെയ്യുകയായിരുന്നെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടി ബുള്ളിഷ് ആകുമായിരുന്നു. പക്ഷേ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് 25,027 തുടങ്ങിയ ലെവലിലേക്കൊക്കെ നിഫ്റ്റി വന്നതായിട്ടാണ്. അപ്പൊ ഇന്ന് ആകെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് നിഫ്റ്റി 25,000 മുകളിൽ ക്ലോസ് ചെയ്തു എന്ന് മാത്രമാണ്. നമുക്കറിയാം നിഫ്റ്റി 25,000 മുകളിൽ കടന്ന് 25,200 കടന്ന് ഒരു ബുൾ മാർക്കറ്റിനുള്ള ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് H1B എന്ന ഒരു ഇടുത്തി തികച്ചും അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നത്. H1B വിസയുമായി ബന്ധപ്പെട്ട ഈ USന്റെ ബോംബിങ് അത് ഏറ്റവും അധികം നെഗറ്റീവ് ആക്കിയത് FIIസിനാണ്. കാരണം നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ FIIs ഏറ്റവും അധികം പോസിറ്റീവായി കാണുന്നത് IT സ്റ്റോക്കുകളാണ്. അപ്പോൾ IT സ്റ്റോക്കുകളിൽ അവർ വ്യാപകമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റിൽ റാലി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു H1B വിസയുടെ പ്രൈമറി ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് IT സെഗ്മെന്റിലായതുകൊണ്ട് തന്നെ FIIs നമ്മുടെ മാർക്കറ്റിൽ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് അവർ നല്ല സെല്ലിംഗ് നടത്തുകയുണ്ടായത്. 2 പ്രാവശ്യം അവർ 3,000 കോടിയോളമുള്ള ഒരു സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഒരു പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 26,000 എന്നുള്ള ഹയസ്റ്റ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടെങ്കിലും 25,500 ഇപ്പോൾ കൂടുതലായിട്ട് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അതേപോലെ തന്നെ പുട്ട് സൈഡിൽ 25,000 അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ആ 25,000, 25,500 ലെവലിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ 25,000 താഴെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം GST റിഫോംസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബുള്ളിഷ്നെസ് ആണ് 25,000 മുകളിൽ മാർക്കറ്റിനെ കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പോൾ അതിനെ വെല്ലുന്ന മറ്റൊരു വാർത്ത വന്നാലേ രണ്ടാമതും ഇനി 25,000 മുകളിൽ മാർക്കറ്റിന് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിന്റെ നിലവിലുള്ള അവസ്ഥ. കൂടാതെ നമ്മൾ കാണുന്നത് റൂപ്പി വളരെയധികം വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അത് 88.8 എന്ന ലെവലിൽ എത്തുകയുണ്ടായി. ഇന്നാണെങ്കിൽ റൂപ്പിയുടെ ഹൈ എന്ന് പറയുന്നത് 88.9, ഏകദേശം 89 എന്നുള്ള ഓൾ ടൈം ഡിവാലുവേഷൻ ആണ് നമ്മൾ റൂപ്പിയിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായും റൂപ്പി വീക്ക്നെസ് എഫക്ട് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ട് പ്രൊഡക്റ്റുകളിൽ കാണും. ഇപ്പോൾ പ്രത്യേകിച്ച് റോ മെറ്റീരിയൽസും മറ്റൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നവർ ഡോളർ ടേംസിൽ പേ ചെയ്യുമ്പോഴും അത് വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ആ സ്റ്റോക്കുകളിൽ ഉണ്ടാക്കുക. കൂടാതെ FIIസിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ നെഗറ്റീവ് ആകാൻ ഇത് കാരണമാകും. അപ്പോൾ നമ്മളിന്ന് മാർക്കറ്റിൽ കാണുന്നത് BSEയിലും NSEയിലും അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ഒരു സ്റ്റോക്ക് അഡ്വാൻസ് ചെയ്യുമ്പോൾ 2 സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ആവുന്നത്. അപ്പോൾ ബ്രോഡ് മാർക്കറ്റ് മൊത്തത്തിൽ ചുവന്നപ്പോൾ ഇന്ന് FMCG സെക്ടർ ഒഴിച്ച് എല്ലാ സെക്ടറുകളും ഡൗൺ ആണ്. ഇന്ന് നമ്മൾ ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രൊമോട്ടേഴ്സ് കൂടാതെ മറ്റ് 3 പ്രധാനപ്പെട്ട കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ കാണാം. അതിലൊന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ്, മറ്റൊന്ന് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ്, മറ്റൊന്ന് പബ്ലിക്കാണ്. അപ്പോൾ നിലവിൽ നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ കാണുന്നത് ഏകദേശം 2,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ 157 സ്റ്റോക്കുകളിൽ റീറ്റെയിൽ പബ്ലിക് അവരുടെ ഹോൾഡിംഗ് വളരെയധികം കുറച്ചായിട്ട് കാണാം. എന്നാൽ അതേ സ്റ്റോക്കുകളിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അവരുടെ ഹോൾഡിംഗ് കൂട്ടിയതായിട്ടും കാണാം. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റർ റൊട്ടേഷനാണ്. അതായത് റീറ്റെയിലേഴ്സ് ചില സ്റ്റോക്കുകളിൽ ബുള്ളിഷ് ആവുന്നു, അവർ ബുള്ളിഷ് ആകുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ബിയറിഷ് ആവുന്നു, റീറ്റെയിലേഴ്സ് ബിയറിഷ് ആകുമ്പോൾ FIIസും DIIസും ബുള്ളിഷ് ആവുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു റൊട്ടേഷൻ നമുക്ക് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലും കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 9 സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഗബ്രിയൽ ഇന്ത്യയാണ്. അവിടെ 17% നിന്ന് 15% ആയിട്ട് റീറ്റെയിലേഴ്സിൻ്റെ ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്.
അതിന് ആനുപാതികമായിട്ട് FII-DIASന്റെ ഹോൾഡിംഗ് വർദ്ധിച്ചായിട്ടും കാണും. അതുപോലെ അപ്പോളോ മൈക്രോസിസ്റ്റത്തിൽ 34% നിന്ന് 32% റീറ്റെയിൽ ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ FII-DIAS ഹോൾഡിംഗ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ആത്തർ എനർജിയിൽ 3.95 നിന്ന് 2.8% ആയിട്ട് റീറ്റെയിൽ ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ FII-DIASന്റെ ഹോൾഡിംഗ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സിഗോ അഥവാ ലാറ്റ് റവന്യൂസ് ടെക്നോളജിയുടെ റീറ്റെയിൽ ഹോൾഡിംഗ് 6.85 നിന്നും 5.87 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെയും FIIsന്റെ ഹോൾഡിംഗ് വർദ്ധിച്ചതായിട്ടും കാണാം. ഇതുപോലെ ആദിത്യ വിഷൻ എന്ന സ്റ്റോക്കിൽ 6.71% നിന്ന് 6.4% ആയിട്ട് റീറ്റെയിൽ ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. അവിടെ FII-DIAയും അവരുടെ സ്റ്റോക്ക് വർദ്ധിപ്പിച്ചതായിട്ടും കാണാം. അതുപോലെ സിർമ SGS ടെക്നോളജി സ്റ്റോക്കിൽ 12.65% നിന്നും 11.3% റീറ്റെയിൽ പബ്ലിക് ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. FIIsന്റെയും മ്യൂച്വൽ ഫണ്ടിന്റെയും ഹോൾഡിംഗ് കൂടിയതായിട്ടും കാണാം. ഇതുപോലെ ശൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക് എന്ന സ്റ്റോക്കിൽ 15% നിന്നും 14% റീറ്റെയിൽ ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആനുപാതികമായിട്ട് FII-DIAsന്റെ സ്റ്റോക്ക് വർധനവും കാണാം. അതുപോലെ ആനന്ദ് രാത്തി വെൽത്ത് അതിൽ നേരിയൊരു കുറവ് റീറ്റെയിൽ ഹോൾഡിങ്ങിൽ നമുക്ക് കാണാം. അതുപോലെ FII-DIAസും അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. അതുപോലെ GMDC ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ റീറ്റെയിൽ ഹോൾഡിംഗ് 18 നിന്ന് 16 കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ FII-DIAs ഹോൾഡിംഗ് വർദ്ധിച്ചായിരുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലൊരു സെക്ടർ റൊട്ടേഷൻ ഈ സ്റ്റോക്കുകളിലൊക്കെ കാണാം. ഇതുപോലെ ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രതിഭാസമാണ്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായിട്ടാണ് വാർത്തകളിൽ കാണുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അതിൻ്റെ സെക്രട്ടറി ഇപ്പോൾ അരുണീഷ് ചാവ്ലയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഒരു വിൽപ്പന അടുത്ത് തന്നെ ഉണ്ടാകുമെന്നാണ്. നമുക്കറിയാം LICയിൽ സെബിയുടെ മാനദണ്ഡപ്രകാരം 75% സ്റ്റേക്കായിട്ട് പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് കുറയ്ക്കേണ്ടതുണ്ട്. അതുപോലെ പല സ്റ്റോക്കുകളും അത്തരത്തിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള OFS വഴി ഇത് വിറ്റഴിക്കേണ്ടി വരും. അതൊരു ലീഗൽ ഒബ്ലിഗേഷനാണ്. GST പരിഷ്കാരത്തിലൂടെ വലിയൊരു റവന്യൂ നഷ്ടം ഗവൺമെൻറ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള വിൽപ്പന ഗവൺമെൻറ്റിനെ സഹായിക്കും. അപ്പോൾ ഇവിടെ അതുകൂടാതെ ONGCന്റെ ഗ്രീൻ എനർജി, അതുപോലെ NHPCയുടെ റിന്യൂവബിൾ എനർജി തുടങ്ങിയ IPOകളും വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടാതെ മറ്റ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള മൈനോറിറ്റി സ്റ്റേക്കുകൾ വിൽക്കാൻ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ബേസിക്കലി ഗവൺമെൻറ് 50% താഴെ തീർച്ചയായിട്ടും പോകില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിൽപ്പനയിലൂടെ ഏകദേശം 47,000 കോടിയുടെ ഒരു സമാഹരണമാണ് ഗവൺമെൻറ് നടത്തുക. ഇത് കൂടാതെ തന്നെ PSU ബാങ്കുകളിൽ ഒരു ലയനവും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം 27 PSU ബാങ്കുകൾ 12 PSU ബാങ്കുകളായിട്ട് ഗവൺമെൻറ് ലയനത്തിലൂടെ ഓൾറെഡി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇനിയും കുറക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വേൾഡിൽ ലീഡിംഗ് ബാങ്കായിട്ട് ചില ബാങ്കുകൾക്ക് മാറാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നീക്കം ഗവൺമെൻറ് നടത്തുന്നത്. ഇനി നമ്മൾ മാർക്കറ്റിൽ മറ്റൊരു റാലി നടന്ന ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അത് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അപ്പോൾ ടാറ്റയുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് NBFC കമ്പനി ഇവർ പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റ് പല കമ്പനികളിലും ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നടത്തുന്ന ഒരു കമ്പനിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻ്റാണ് ഇതിൻ്റെ വരുമാന മാർഗം. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 8,000 മുകളിലൊക്കെ പോയതുകൊണ്ട് തന്നെ ഒരു ശരാശരി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം ഈ സ്റ്റോക്ക് അപ്രാപ്യമായതുകൊണ്ട് അവരൊരു സ്റ്റോക്ക് സ്പ്ലിറ്റിലേക്ക് പോവുകയാണ്. ആ രീതിയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിക്കും. അപ്പോൾ 1:10 എന്നുള്ള റേഷ്യോയിലാണ് അത് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ October 14 എന്നുള്ള റെക്കോർഡ് ഡേറ്റ് നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ സ്റ്റോക്കിൽ വമ്പിച്ച ഒരു റാലി നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സ്റ്റോക്ക് ചിലപ്പോൾ 1000 താഴെയുള്ള ഒരു പ്രൈസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് ലഭിക്കും. മറ്റ് മേജർ ചേഞ്ചൊന്നും ആ സ്റ്റോക്കിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഒരു ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു മെക്കാനിസം മാത്രമാണ്. ഇത് നമ്മൾ IPO റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ 9ഓളം IPOകളാണ് മാർക്കറ്റിൽ നാളെയും മറ്റന്നാളുമായിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ആ IPOകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആനന്ദ് രതി ഷെയർ എന്ന് പറയുന്ന IPO അത് 745 കോടി ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ച് നോക്കുകയാണെങ്കിൽ 10% ഒരു ലിസ്റ്റിംഗ് ഗെയിനാണ് സൂചന നൽകുന്നത്. 414 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു ഫൈനാൻഷ്യൽസ് നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു IPO തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആയിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് ശേഷസായി ടെക്നോളജിയാണ്. ഇത് 813 കോടിയുടെ ഒരു IPO ആണ്. 423 എന്ന പ്രൈസിലാണ് ഇത് വരുന്നത്. ഇതും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ലെവലിലുള്ള ഒരു IPO ആയിട്ടാണ് കാണുന്നത്. കാരണം അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ നല്ലൊരു ഡിമാൻഡ് കാണാം. 17% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യതയാണ് നിലവിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊന്ന് ജാരോ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് എഡ്യൂക്കേഷൻ മേഖലയിലുള്ള ഈ ഒരു സ്റ്റോക്ക് 450 കോടി ഇഷ്യൂ സൈസുള്ള ഇതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ 13% കാണാം. 890 എന്നുള്ള ഒരു പ്രൈസിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതും അപ്ലൈ ചെയ്യാവുന്ന ഒരു
IPO ആയിട്ടാണ് അതിൻ്റെ ഫൈനാൻഷ്യൽസ് പരിശോധിച്ചാൽ മനസ്സിലാവുക. മറ്റൊന്ന് സോളാർ വേൾഡ് എനർജിയാണ്. നമുക്കറിയാം സോളാർ സ്റ്റോക്കുകളിൽ പൊതുവെ നല്ലൊരു ബൂം ഏതൊരു IPOയിലും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലും 18% ഒരു GMP ആണ് നമ്മൾ കാണുന്നത്. 351 എന്ന പ്രൈസിലാണ് ഇത് വരുന്നത്. ഇതും അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ്. അടുത്ത 24 മുതൽ ഓപ്പൺ ആകുന്ന ഇപാക്ക് ഫ്രീ ബാപ്പ് ടെക്നോളജി, അതിൻ്റെ IPO 504 കോടി ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണ്. 9% ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയമാണ് നിലവിൽ കാണുന്നത്. വലിയൊരു റെസ്പോൺസ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറ്റൊന്ന് BMW വെഞ്ചേഴ്സ് ആണ്. ഇത് 231 കോടിയുടെ ഒരു ഇഷ്യൂ സൈസാണ്. അവിടെയും ഗ്രേ മാർക്കറ്റ് പ്രീമിയം വളരെ തണുത്ത ഒരു റെസ്പോൺസ് ആണ് കാണുന്നത്. മറ്റൊന്ന് ജെയിൻ റിസോഴ്സ് റീസൈക്ലിംഗ് ആണ്. 1250 കോടിയുള്ള ഈ ഒരു IPO ആണ് ഏറ്റവും അധികം ഇഷ്യൂ സൈസുള്ള അടുത്ത വീക്ക് വരാൻ പോകുന്ന IPO. 12% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത ഇതിൽ പ്രവചിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ 232 എന്ന പ്രൈസിലാണ് ഇത് വരുന്നത്. ഇത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ്. മറ്റൊന്ന് ട്രൂ ആൾട്ട് ബയോ എനർജി ലിമിറ്റഡ് എന്ന IPO ആണ്. ഇത് 839 കോടി ഇഷ്യൂ സൈസുള്ള IPO ആണ്. 12% ഒരു GMP നിലവിൽ കാണുന്നുണ്ട്. ഇപ്പോൾ 496 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ്. ഇതിൻ്റെ ഫൈനാൻഷ്യൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്ര ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള IPO ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറ്റൊന്ന് ജിൻ കുശാൽ ഇൻഡസ്ട്രീസ് ആണ്. IPOകളിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു IPO ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം 116 കോടി ഇഷ്യൂ സൈസ് മാത്രമേ ഉള്ളൂ എങ്കിലും ഇതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ കാണുന്നത് 42%. അപ്പോൾ വമ്പിച്ച ഒരു ഡിമാൻഡാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ IPO പ്രൈസ് 121 മാത്രമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടും പഠനത്തിന് വേണ്ടി മാത്രം വിട്ടുതരികയാണ്. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാതെ നിങ്ങളുടേതായ പഠനങ്ങളും റിസർച്ചും നടത്തിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.